നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സുഗേഷ്. ആദ്യം പ്രധാന വാർത്തകൾ. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട താമരവെള്ളച്ചാൽ ഊരിലെ പ്രഭാകരന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡു മന്ത്രി കെ രാജൻ കൈമാറി. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ നെൽകർഷകരുടെ സംഗമം സംഘടിപ്പിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബാഗേജിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ബോംബെന്ന് മറുപടി നൽകിയ കോഴിക്കോട് സ്വദേശിയുടെ യാത്ര മുടങ്ങി. വീണ്ടും റെക്കോർഡ് കുതിപ്പുമായി സ്വർണ്ണവില. ചൈനയുമായും ഹോങ്കോങ്ങുമായും ബന്ധമുള്ളത് അടക്കം ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ 119 മൊബൈൽ ആപ്പുകൾ ബ്ലോക്ക് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടതായി റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട താമരവെള്ളച്ചാൽ ഊരിലെ പ്രഭാകരന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡു മന്ത്രി കെ രാജൻ കൈമാറി. വ്യാഴാഴ്ച രാവിലെയാണ് മന്ത്രി പ്രഭാകരന്റെ വസതിയിലെത്തി കുടുംബത്തിന് 5 ലക്ഷം രൂപ നൽകിയത്. തൃശൂർ ADM-ഉം പീച്ചി വൈൽഡ് ലൈഫ് DFOയും സംഭവം സ്ഥിരീകരിച്ച് അറിയിച്ച ഉടനെ മന്ത്രിസഭാ യോഗത്തിൽ ഉൾപ്പെടെ വിഷയം അവതരിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വനം, റവന്യൂ മന്ത്രിമാരും വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരും അടിയന്തരമായി കൂടിയാലോചന നടത്തിയെന്നും റവന്യൂ മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കാടിനകത്താണ് ഈ ദുരന്തം ഉണ്ടായത് എന്നതിനാൽ വനാവകാശ നിയമവും സർക്കാരിന്റെ നിലപാടനുസരിച്ചും ആദിവാസി കുടുംബാംഗം എന്ന നിലയിൽ ഏത് വിധേന സഹായിക്കാം എന്ന് യോഗം പരിശോധിച്ചു. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമായും 1 ലക്ഷം രൂപ ഇൻഷുറൻസായും നൽകാനാണ് തീരുമാനിച്ചത്. സർക്കാരിന്റെ തുക ലഭ്യമാകുന്നതിന് മുമ്പ് തന്നെ 5 ലക്ഷം രൂപ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിയിൽ നിന്ന് മുൻകൂർ സംഘടിപ്പിച്ചാണ് അടിയന്തരമായി നൽകിയത്. മരണവുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയും ശേഷിക്കുന്ന നഷ്ടപരിഹാരവും ഇൻഷുറൻസ് തുകയും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ നെൽകർഷകരുടെ സംഗമം സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടനമഠത്തിൽ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PK ജേക്കബ്, CV ആന്റണി, ബീന രവീന്ദ്രൻ, ലീന ഡേവിസ്, PP പോളി, ലിജോ ജോൺ, MD ബാഹുലേയൻ, കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവർ പ്രസംഗിച്ചു. വിവിധ പാടശേഖര സമിതി ഭാരവാഹികൾ കൃഷിയുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യങ്ങളും ആശങ്കകളും അറിയിച്ചു. കാടുകുറ്റി പഞ്ചായത്തിൽ 300-ലധികം നെൽ കർഷകരാണ് ഉള്ളത്. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതും കാടുകുറ്റി പഞ്ചായത്തിലാണ്. ഉഴവ് കൂലി ഇനത്തിൽ 9 ലക്ഷം രൂപയാണ് കാടുകുറ്റിയിലെ നെൽ കർഷകർക്ക് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത്. പ്രവർത്തനമാണ് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമ്മുടെ നെൽകർഷകരെ മുഴുവൻ ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. നമുക്കറിയാം, കാർഷിക മേഖലയിലെ ഒരു കാലഘട്ടത്തിൽ നെൽകൃഷിയായിരുന്നു ഏറ്റവും ലാഭമുള്ള. ഞങ്ങൾ നെൽകൃഷി നടത്തുന്ന ആളുകളായിരുന്നു. ഒരു കാലഘട്ടം നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ ആധാരങ്ങൾ പരിശോധിച്ച് നോക്കിയാണ്. പഴയ കാലത്ത് പാടത്തിനായിരുന്നു വില കൂടുതൽ, പറമ്പിന് അന്ന് വില കുറവായിരുന്നു. അപ്പം ഒരുപാട് ആളുകൾ വന്ന് കൃഷിഭൂമികളൊക്കെ പാടം എന്നുള്ള വകുപ്പിലാണ് ചേർത്തിട്ടുണ്ടായത്. എന്നാൽ ഇന്നത്തെ സ്ഥിതി നമുക്കറിയാം, ഇന്ന് പാടത്തിന് തീരെ വില കുറവാണ്. പറമ്പിന് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ അതിൻ്റെ കൂലി കൂടുതലുണ്ട്. അത് തന്നെയാണ് ഈ കാർഷിക സൂചിപ്പിച്ച് നമ്മുടെ കാർഷിക മേഖലയിൽ നെൽകർഷകർക്കുണ്ടായ ഒരു അവസ്ഥയാണ്
ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 6 വർഷമായി ശമ്പളമില്ലാതെ ജോലി ചെയ്ത അധ്യാപികയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കേരള സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും നയത്തിൽ പ്രതിഷേധിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ചാലക്കുടി AEO ഓഫീസിനു മുൻപിൽ നടത്തിയ ധർണ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സബ് ജില്ലാ പ്രസിഡന്റ് റാഫി കല്ലൂപാലം അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജു ജോർജ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആൻഡോ P. തട്ടിൽ, വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ M. കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രതിഷേധ ധർണ നടത്തേണ്ടി വന്ന സാഹചര്യം എല്ലാവർക്കും അറിയാം. 5 വർഷക്കാലമായി അധ്യാപികയായി ജോലി ചെയ്തിരുന്ന അലീന ബെന്നി ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ, അധ്യാപക വിരുദ്ധ, തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളുടെ ഇരയായിക്കൊണ്ട് ആത്മഹത്യ ചെയ്ത അതിദാരുണമായ സംഭവം നമ്മളെല്ലാവരും നെറ്റിലോട് കൂടിയിട്ടാണ് കേട്ടത്. ഈ അധ്യാപികയുടെ, അലീന ബെന്നിയുടെ മരണത്തിന് ഉത്തരവാദി ഈ ഇടതുപക്ഷ ഗവൺമെന്റാണ്. കഴിഞ്ഞ കുറെ വർഷക്കാലമായി എത്രയോ അധ്യാപകർ, 16,000-ലധികം അധ്യാപകരാണ് നിയമനം ലഭിക്കാതെ, ശമ്പളം ലഭിക്കാതെ, ഇതുപോലെ മനസ്സ് വേദനിച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിലെ എല്ലാവരെയും ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് തൊഴിലുറപ്പിന് പോയ അധ്യാപകരെ വരെ കൈചേർത്ത് പിടിച്ചുകൊണ്ട് മുഴുവൻ അധ്യാപകർക്കും നിയമനവും മുഴുവൻ അധ്യാപകർക്കും ശമ്പളവും കൊടുത്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ. പേര് ഉമ്മൻചാണ്ടി എന്നാണ്. ആ ഉമ്മൻചാണ്ടിയുടെ പിന്മുറക്കാരായ നമ്മളെല്ലാവരും ഇന്ന് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇവിടെ നിയമസഭയിലൊക്കെ കോമാളിത്തരങ്ങൾ കാണിക്കുന്ന നിയമസഭയിൽ തന്നെ കേന്ദ്ര ബഡ്ജറ്റിലെ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് CPIM നേതൃത്വത്തിൽ ഫെബ്രുവരി 25 നടത്തുന്ന എറണാകുളം BSNL ഓഫീസ് മാർച്ചിന്റെ പ്രചരണാർത്ഥം അങ്കമാലി ഏരിയ കാൽനട ജാഥ ആരംഭിച്ചു. അയ്യമ്പുഴയിൽ ജില്ലാ കമ്മിറ്റി അംഗം PR മുരളീധരൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി KP രജീഷ് ക്യാപ്റ്റനും ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജിഷ ശ്യാം വൈസ് ക്യാപ്റ്റനും ജീമാൻ കുര്യൻ മാനേജറുമായി ജാഥയുടെ 1-ാം ദിവസ പര്യടനം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KK ഷിബു മൂക്കന്നൂരിൽ ഉദ്ഘാടനം ചെയ്തു. മൂക്കന്നൂർ, മഞ്ഞപ്ര, തുറവൂർ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. വെള്ളിയാഴ്ച കാലടി, മലയാറ്റൂർ, നീലീശ്വരം, ശനിയാഴ്ച പാറക്കടവ്, കറുകുറ്റി പഞ്ചായത്തുകളിലും ഞായറാഴ്ച അങ്കമാലി നഗരസഭാ പ്രദേശത്തും പര്യടനം നടത്തി. കാഞ്ഞൂർ പഞ്ചായത്തിലെ പാറപ്പുറത്ത് സമാപിക്കും. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ CK സലിംകുമാർ, K തുളസി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PV ടോമി, KP ബിനോയ്, MT വർഗീസ്, PV മോഹനൻ, KS മൈക്കിൾ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ IP ജേക്കബ്, ജോസഫ് പാറേക്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണം എന്നുള്ള മുദ്രാവാക്യമാണ്. കേരളത്തോട് കേന്ദ്രം കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര അവഗണന ഏറ്റവും പ്രധാനമായി സാമ്പത്തിക മേഖലയ്ക്കകത്ത് സംസ്ഥാന സർക്കാരിന് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം നൽകാതെ നിരന്തരമായി കേരളത്തോട് ശത്രുതാപരമായ മനോഭാവമാണ് BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏക കാരണം ഈ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി.
ചികിത്സയിൽ തുടരുന്ന മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് വത്തിക്കാൻ. ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ടെങ്കിലും മാർപ്പാപ്പ തനിയെ എഴുന്നേറ്റിരുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. യന്ത്രസഹായമില്ലാതെ ശ്വസിക്കുകയും രാത്രി ഉറങ്ങുകയും ചെയ്തതായി വത്തിക്കാൻ അറിയിച്ചു. മാർപ്പാപ്പയെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി സന്ദർശിച്ചു. 20 മിനിറ്റോളം അവർ ആശുപത്രിയിൽ ചെലവഴിച്ചു. മാർപ്പാപ്പയെ കണ്ട് സംസാരിച്ചുവെന്നും എത്രയും വേഗം രോഗവിമുക്തമാകട്ടെ എന്നും ജോർജിയ മെലോനി പറഞ്ഞു. മാർപ്പാപ്പയുടെ ലാബ് പരിശോധനാ ഫലങ്ങളിൽ നേരിയ പുരോഗതിയുള്ളതായാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. അണുബാധ മൂലം സ്ഥിതി സങ്കീർണമാണെങ്കിലും പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞതായി വത്തിക്കാൻ വക്താവ് മറ്റിയോ ബ്രൂണി അറിയിച്ചു. ശ്വാസതടസ്സം മൂലം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മാർപ്പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 88 വയസ്സുള്ള മാർപ്പാപ്പയെ ബ്രോങ്കൈറ്റിസിനുള്ള ചികിത്സയ്ക്കും പരിശോധനകൾക്കുമായാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബാഗേജിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ബോംബെന്ന് മറുപടി നൽകിയ കോഴിക്കോട് സ്വദേശിയുടെ യാത്ര മുടങ്ങി. സംഭവത്തിൽ ഇയാൾക്കെതിരെ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. ബുധനാഴ്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് സംഭവം. ബാഗേജിന് കനം കൂടുതലാണല്ലോ, എന്താണ് ഇതിലെന്ന് ചോദിച്ചപ്പോഴായിരുന്നു യാത്രക്കാരന്റെ മറുപടി. ചോദ്യം ഇഷ്ടപ്പെടാതെ ബാഗേജിൽ ബോംബാണെന്ന് മറുപടി പറഞ്ഞ യാത്രക്കാരന്റെ യാത്രയും മുടങ്ങി. ബുധനാഴ്ച രാത്രി 11:30 കൊലാലംപൂരിലേക്ക് പുറപ്പെട്ട തായ് എയർ വിമാനത്തിൽ യാത്ര ചെയ്യാനെത്തിയ കോഴിക്കോട് സ്വദേശി റഷീദിനാണ് യാത്ര മുടങ്ങിയത്. ബാഗേജിൽ നിശ്ചിത തൂക്കത്തിലേറെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ചില സാധനങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നതിനാണ് ലഗേജിൽ എന്തൊക്കെയാണെന്ന് ജീവനക്കാർ ചോദിക്കുന്നത്. ബോംബ് ഭീഷണി ഉണ്ടായാൽ ഉടൻ റിപ്പോർട്ട് ചെയ്ത് അടിയന്തര സുരക്ഷാ യോഗം ചേരണം എന്നാണ് വ്യോമയാന നിയമമെന്ന് അധികൃതർ പറഞ്ഞു. പ്രമേഹബാധിതരായ മുതിർന്നവർക്കും കുട്ടികൾക്കും മൂക്കിലൂടെ വലിച്ചെടുക്കാവുന്ന ഇൻഹേലർ ഇൻസുലിൻ അഫ്രെസ 6 മാസത്തിനകം ഇന്ത്യൻ വിപണിയിൽ എത്തും. മാൻകൈൻഡ് കോർപ്പറേഷൻ വികസിപ്പിച്ച അഫ്രെസ ഇൻഹലേഷൻ പൗഡറിന്റെ വിതരണത്തിനും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ കഴിഞ്ഞ മാസം അനുമതി നൽകിയിരുന്നു. സിപ്ലയാണ് വിതരണക്കാർ. ആഹാരം കഴിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഇൻഹേലർ ഉപയോഗിക്കേണ്ടത്. ഇൻസുലിൻ കുത്തിവെക്കുന്നതിനേക്കാൾ ഇൻഹേലർ ഫലം ചെയ്യുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. കുത്തിവെക്കുമ്പോൾ 3 യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഇൻഹേലർ 6-8 യൂണിറ്റ് വേണ്ടിവരും. 3 തോതുകളിലുള്ള കാട്രിജിലാണ് ഇൻഹേലർ ഉപയോഗിക്കാനുള്ള മരുന്ന് ലഭിക്കുക. ഇൻസുലിൻ പമ്പ് ഉപയോഗിക്കുന്ന ടൈപ്പ് 1 പ്രമേഹ രോഗികൾക്കും ഇത് ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി 1ാം വർഷ പൊതുപരീക്ഷയിൽ മാർച്ച് 29 നടത്താനിരുന്ന ഇംഗ്ലീഷ് പരീക്ഷയുടെ സമയം പുനഃക്രമീകരിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷ രാവിലെ 9:30 മുതൽ 12:15 വരെയായി പുനഃക്രമീകരിച്ച് സർക്കാർ സർക്കുലർ ഇറക്കി. പരീക്ഷ സമയം പുനഃക്രമീകരിക്കണമെന്ന് അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുന്ന 2ാം വർഷ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് 29-നാണ്. പുതുക്കിയ സമയം എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞുവെന്ന് ഉറപ്പുവരുത്തണം. നോട്ടീസ് ബോർഡുകളിൽ അവ പ്രദർശിപ്പിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. ഇനിയൊരു ഇടവേള.